സോ ഗൈസ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട്, അതായത് എനിക്കെന്ത് പറയണമെന്ന് അറിയത്തില്ല, ആ രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് ഇരിക്കുന്നത്. ആസ് എ ലാലേട്ടൻ ഫാൻ എന്റെ മനസ്സൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട്, അതായത് എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് എന്തൊക്കെ പറയണമെന്ന് അറിയാൻ വയ്യ. തുടരും മൂവി എന്താ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞ ഒരു സ്പീച്ച്ലെസ് ആണ് ഞാൻ. കാരണം എനിക്കറിയാൻ വയ്യ ഈ മൂവിയെ പറ്റി ഞാൻ എന്തൊക്കെ പറയണമെന്നുള്ളത്. കിടുവൻ അടിച്ചു പൊളിച്ച് കിടുക്കാച്ച മൂവി. എനിക്ക് തോന്നുന്നു ഞാനൊരു കുറെ നാളുകൾക്ക് ശേഷം എന്റെ ഉള്ളിൽ കിടന്ന ലാലേട്ടൻ ഫാൻ കംപ്ലീറ്റ്ലി, അതായത് ഏത് രീതി, നിങ്ങൾക്ക് ഏത് ലാലേട്ടനാണോ വേണ്ടേ? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയി പോകുന്നത് എനിക്കറിയത്തില്ല. ഏത് ലാലേട്ടനെ വേണം? നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുറെ നാളായിട്ട് പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടു ശീലിച്ച്, നമ്മൾ ഇഷ്ടപ്പെട്ട്, നമ്മളങ്ങ് മനസ്സിലങ്ങ് പ്രതിഷ്ഠിച്ച് വെച്ചൊരു ലാലേട്ടൻ ഉണ്ടല്ലോ. അത് കോമഡി ആയിക്കോട്ടെ, ആക്ഷൻ ആയിക്കോട്ടെ, എന്റെ പൊന്ന മനുഷ്യ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം സ്പോയിലർ ആയി പോകും. അതെല്ലാം ഉള്ളൊരു സിനിമ 100% നമ്മളുടെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്ന അടിപൊളി കിടുക്കാച്ചൻ പടം. അതാണ് തുടരും. എന്റെ പൊന്ന് തരുൺ മൂർത്തി, ഇമാതിരി ഒരു ഐറ്റം കൈ വെച്ചിട്ടാണോ നിങ്ങള് കുഞ്ഞു പടം, ചെറിയ പടം, ഒന്നും പ്രതീക്ഷിച്ച് വരരുത്, ഒരു ഫാമിലി ഡ്രാമ എന്നൊക്കെ പറഞ്ഞിട്ട് കത്തിച്ച് കളഞ്ഞേക്കുമാണ് പടം. ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്ന വാചകങ്ങൾ ചിലപ്പോൾ റിപ്പീറ്റ് അടിച്ചു പോവും. അല്ലെങ്കിൽ ഞാൻ ഈ പടം കണ്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ എന്റെ മനസ്സിന്, അല്ലെങ്കിൽ ആസ് എ ഫിലിം ലവർ, ആസ് എ ലാലേട്ടൻ ഫാൻ, ഞാൻ അനുഭവിച്ച ഒരു സന്തോഷമുണ്ട്. പൊളി. ഇതെങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ. ഓക്കെ മൂവിയിലേക്ക് വരാം. തരുൺ മൂർത്തി സൂപ്പർബ്. നിങ്ങള് ഇത്രയും കിടുവായിട്ട് ലാലേട്ടനെ പ്രസന്റ് ചെയ്ത് ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളൊരു താങ്ക്സ് പറയുകയാണ്. കാരണം കുറെ നാളായിട്ട് നമ്മൾ എല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒരു ലാലേട്ടൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഇപ്പോ എമ്പുരാൻ ആണെങ്കിൽ തന്നെയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ബട്ട് എല്ലാവരെയും 100% തൃപ്തിപ്പെടുത്തിയ സിനിമയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സിനിമ ലൂസിഫർ ആണ്. ഈ ലൂസിഫറിന് മുന്നേ ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ, എനിക്ക് തോന്നുന്നു ആ സിനിമ ഇഷ്ടപ്പെടാത്ത ഒരാള് ഈ ഭൂമി ഈ ലോകത്തുണ്ടാകത്തില്ല, അല്ലെ? അതേപോലെ ഒരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്ന എന്തെങ്കിലും ഒരു മൊമെന്റ് ഈ സിനിമയിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. 100% എല്ലാവരും, ഞാൻ വെല്ലുവിളിക്കാം, ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമ മോശമാണെന്ന് ഏതെങ്കിലും ഒരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ വാടാ, അത്ര പറയാനുള്ളൂ. കാരണം അത്രയും കിടുവായിട്ടാണ് ഇതിന്റെ ഓരോ കാര്യങ്ങളും. ഇതിന്റെ ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാർക്ക് അവർക്കൊരു ഹാറ്റ്സ് ഓഫ്. കാരണം പറയാതിരിക്കാൻ പറ്റില്ല, എല്ലാ മേഖലയും, തരുണിന്റെ എഴുത്തായിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, സൂപ്പർബ്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഈ പടത്തിന്റെ റിലീസിന്റെ തലേ ദിവസം, കാരണം തരുണും രണ്ടുപേരാണ് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ അദ്ദേഹം ഇതിന്റെ ഒരു കഥാപശ്ചാത്തലത്തെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹം എവിടെയോ കണ്ടു മറന്ന, അല്ലെങ്കിൽ എവിടെയോ കണ്ട് ശീലിച്ച ഒരു ഷൺമുഖനെയാണ് ഈ കഥാപാത്രമായിട്ട് പുള്ളി അവിടെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നത് തന്നെയാണ്, നമ്മുടെ ചുറ്റുപാട്ടത്തുള്ള ഒരു വ്യക്തി അങ്ങനെയാണ്. കാരണം ലാലേട്ടൻ ഒരു സാധാരണക്കാരനായിട്ട് അഭിനയിച്ചു വരുമ്പോഴത്തേക്കും അദ്ദേഹം കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മള് കുറെ സിനിമയിൽ പഴയ വിന്റേജ് ലാലേട്ടനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന്റെ ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് മനഃപൂർവ്വം ഓരോ സീനും കുത്തിക്കയറ്റി അദ്ദേഹത്തെ കൊണ്ട് കുറെയൊക്കെ കോമാളി വേഷം കെട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പടത്തിനകത്ത് അദ്ദേഹത്തിന്റെ ഓരോ മൈന്യൂട്ട് എക്സ്പ്രഷൻ, അദ്ദേഹത്തിന്റെ പെരുമാറ്റം, സംസാരം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാനറിസംസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജസ്റ്റേഴ്സ് എല്ലാം ഈ വിന്റേജ് ലാലേട്ടൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് പരിചയമുള്ള സാധാരണക്കാരൻ, ഒരു ടാക്സി ഡ്രൈവർ, അത് നമുക്ക് 100% ഫീൽ ചെയ്യും. നിങ്ങൾക്ക് വേണ്ടത് പെർഫോമർ ലാലേട്ടനെ ആണെന്നുണ്ടെങ്കിൽ വന്നിരുന്ന് കാണും മക്കളെ. അത് കണ്ടെന്ന് അനുഭവിക്കുക. കാരണം ലാലേട്ടൻ അഭിനയം മറന്നു, ലാലേട്ടൻ കുറെ നാളായിട്ട് പെർഫോം ചെയ്യുന്നില്ലെന്നൊക്കെ പറഞ്ഞവന്മാര് തിയേറ്ററിൽ വന്നിരുന്ന് ഈ സിനിമ നിങ്ങളൊന്ന് കാണണം. അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അയാളുടെ റേഞ്ച് എന്താണെന്ന് മനസ്സിലാവും. വട്ടം വെക്കാനായിട്ട് മലയാള സിനിമയിലെന്നല്ല, ലോക സിനിമയിൽ മോഹൻലാൽ ആയ അദ്ദേഹം ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട്, മലയാളത്തിന്റെ മോഹൻലാൽ എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്നതിന്റെ റീസൺ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നു, എമ്പുരാന് ശേഷം അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കും ഈ സിനിമ. കാരണം ബോക്സ് ഓഫീസിലും അതേപോലെ തന്നെ പെർഫോമൻസിന്റെ കാര്യത്തിലും ഒരേപോലെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പോകുന്ന ഒരു സിനിമ മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല.
നമുക്ക് ഈ സിനിമ കാണുന്ന സമയത്ത് എല്ലാവരുടെയും പെർഫോമൻസ്, ഞാൻ നേരത്തെ തരുൺമൂർത്തിയെ പറ്റി പറഞ്ഞിട്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററിനെ പറ്റി പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വേറെ എന്തൊക്കെ കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നുപോയി. ഞാൻ അതിലേക്കൊക്കെ വരാം. ജെക്സ് ബിജോയിനെ പറ്റിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അതിലേക്ക് വരാം. പക്ഷേ ഇതിനകത്ത് പെർഫോമൻസ്, ലാലേട്ടന്റെ പെർഫോമൻസിന്റെ കൂടെ തന്നെ ശോഭന അല്ലെങ്കിൽ ശോഭനേച്ചിയും ലാലേട്ടനും കൂടെയുള്ള ആ ഒരു കോംബോ കാണുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇതിന്റെ കഥ പറച്ചിൽ രീതി, പല ആൾക്കാരും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സിനിമയുടെ കഥ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കഥയായിരിക്കുമോ എന്നൊരു സംശയം ഇങ്ങനെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതൊരു കുഞ്ഞു മലയാള സിനിമയായിട്ട് ഇറങ്ങിയെങ്കിലും ഇതിപ്പോ തമിഴിൽ പോയി കണ്ടാലും, തെലുങ്കിൽ പോയി കണ്ടാലും, കന്നഡയിൽ പോയി കണ്ടാലും, ഈവൻ ഹിന്ദിയിൽ പോയി കണ്ടാലും ആർക്കാണെങ്കിലും കണക്ട് ചെയ്യാൻ സാധിക്കുന്ന വളരെ ഒരു കുഞ്ഞു കഥയാണ്. പക്ഷെ ആ കുഞ്ഞു കഥയ്ക്കകത്ത് ഇവര് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന വലിയ ഒരു എലമെന്റ് ഉണ്ട്. എല്ലാവർക്കും കണക്ട് ആവുന്ന, എല്ലാവരെയും ഇമോഷണലി എല്ലാവർക്കും ഈ സിനിമയിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് സാധിക്കും. അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു മേന്മ അതാണ്. ലാലേട്ടനെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി, ലാലേട്ടന്റെ കൂടെയുള്ള ക്യാരക്ടേഴ്സ്, ആ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ തന്നെയും ലാലേട്ടനോടൊപ്പം പെർഫോം ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് കിട്ടുന്ന അവരുടെ തന്നെ പെർഫോമൻസ് ഭയങ്കര രീതിയിൽ അപ്പ് ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ ശോഭന കോംബോ ഒക്കെ കിടുവാണ്. ഫസ്റ്റ് ഹാഫില് നമ്മള് പതിയെ ഇങ്ങനെ തുടങ്ങി, കുറച്ച് കളിയും ചിരിയും തമാശയായിട്ടൊക്കെ അങ്ങ് പോയി, ഇന്റർവെൽ ആകുമ്പോഴത്തേക്കും ഒരു സംഭവം അങ്ങ് തുടങ്ങി വെക്കും. ഓക്കെ, ആ തുടങ്ങി വെപ്പ് നമുക്ക് മനസ്സിലായി പടം എന്തായാലും ഷുവർ ഷോട്ട്, പടം കിടുവാണ്, ബ്ലോക്ക് ബസ്റ്റർ ആണെന്ന് നമ്മൾ ഊട്ടി ഉറപ്പിച്ചു, നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഇന്റർവെല് കഴിഞ്ഞിട്ട് ഈ മനുഷ്യന്റെ പെർഫോമൻസ് കൂടെ അങ്ങോട്ട് അതിനോടൊപ്പം അങ്ങോട്ട് ചേരും. എന്റെ മോനെ ഈ ട്രെയിലറിൽ കാണിക്കുന്ന ലാലേട്ടൻ ഈ കവിള്, ലാലേട്ടന്റെ ഈ കവിള് ഇങ്ങനെ നമുക്ക് വരത്തില്ലത്, ഈ സാധനം ഉണ്ടല്ലോ, അത് തിയേറ്ററിലൊക്കെ കണ്ട സമയത്തുണ്ടല്ലോ, എനിക്ക് ആ പഴയ സദയത്തിലെ ആ ഒരു ലാലേട്ടൻ പരിപാടിയൊക്കെയാണ് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത്. ഇനി ഇതിന്റെ കാരണം വീഡിയോ ഇങ്ങനെ നീണ്ടു പോകും. ലാലേട്ടനെ പറ്റി പറഞ്ഞാൽ തന്നെ ഞാൻ 2 മണിക്കൂർ എന്ന് പറഞ്ഞു പോകും. ഇനിയിപ്പോ ഇതിന്റെ ടെക്നിക്കൽ സൈഡിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. രജപുത്ര ഫിലിംസ് ആണല്ലോ ഈ പടം പ്രൊഡ്യൂസ് ചെയ്തത്. രജപുത്ര ഫിലിംസ്, കാരണം ഇങ്ങനൊരു സിനിമ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്റർവ്യൂവിൽ കണ്ടതാണ്. ഒരു 7-8 വർഷം മുന്നേ ഇതിന്റെ സുനിൽ എന്ന് പറയുന്ന ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, അദ്ദേഹമാണ് ആദ്യം ഈ കഥ ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ അദ്ദേഹം രജപുത്ര ഫിലിംസിനോട് ഈ കഥ പറയുന്ന സമയത്ത് ഇത് ചെയ്യാം. പിന്നീട് തരുൺമൂർത്തി കൂടെ വന്നപ്പോഴത്തേക്കും ഈ പടത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞു. സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് ഇതിനകത്ത് 100% അവർ പണിയെടുത്തിട്ടുണ്ട്. അതായത് പെർഫെക്റ്റ് ആയിട്ട്, കിടിലമായിട്ട് ഒരു സ്ക്രീൻ പ്ലേ എഴുതിയതിന് ശേഷമാണ് അവരിതിന്റെ, അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു നെഗറ്റീവും സ്ക്രീൻ പ്ലേ പറയാനായിട്ടില്ല. അതുകൊണ്ടാണ് ഈ പടം ഇത്രയും കിടുവായിട്ട് വന്നത്. പിന്നെ ജെക്സ് ബിജോയുടെ BGM, അത് ഈ കഥയോട് ചേർന്ന് നിൽക്കുന്ന, കഥാപാത്രങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, കാരണം ഇമോഷൻസ് ആകുമ്പോഴത്തേക്കും ആ രീതി പോകുന്നുണ്ട്. ഇപ്പൊ ഇദ്ദേഹം കൂടുതൽ തെലുങ്കിലും തമിഴിലൊക്കെ, പ്രത്യേകിച്ച് തെലുങ്കിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തോന്നിയിട്ടുണ്ട് പുള്ളി നമ്മളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടറാണ് ജെക്സ് ബിജോയ്. അദ്ദേഹത്തിന്റെ വർക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അദ്ദേഹത്തിന്റെ എല്ലാ വർക്കും തന്നെ. അദ്ദേഹം ഇവിടെ പിടച്ചു വെച്ചേക്കുന്ന കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ അതൊക്കെ തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴത്തേക്കും എന്റെ മോനെ നമുക്ക് വരുന്നൊരു രോമാഞ്ചമുണ്ട്. ലാലേട്ടൻ ചില സീനത്തൊക്കെ വരുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലെ കുറച്ച് പരിപാടിക്കകത്തൊക്കെ, അതെ ആ പരിപാടി എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റൂല, അതിനകത്തൊക്കെ പുള്ളി അങ്ങ് അഴിഞ്ഞാടി വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ പടത്തിന്റെ എഡിറ്റർ നിഷാദ് ഉണ്ടായിരുന്നു. നിഷാദ് മരണപ്പെട്ടതുകൊണ്ട് പിന്നീട് ഷഫീഖും കൂടെയാണ് ഈ പടത്തിന്റെ എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തത്. കാരണം അനാവശ്യമായിട്ടുള്ള ഒരു സീൻ പോലും ഇല്ലാണ്ട് എല്ലാ സീനും നമ്മളെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമൊന്നുമല്ല. എഡിറ്റർ ആയിക്കോട്ടെ, ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ ആയിക്കോട്ടെ, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അതായത് ടെക്നിക്കൽ സൈഡ് അവർക്കൊക്കെ ഒരു കൈയടി കൊടുത്തേ പറ്റുള്ളൂ. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരു സിനിമയിൽ കിടുക എന്ന് പറയുന്നത് അത് വല്ലപ്പോഴും കൂടെ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആക്ടിംഗ് വൈസ് സൂപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഡയറക്ഷൻ സൂപ്പർ ആയിരിക്കും, സ്ക്രിപ്റ്റ് സൂപ്പർ ആയിരിക്കും, ഇതൊക്കെ ഓക്കെ. പക്ഷേ അതിന്റെ ടെക്നിക്കൽ സൈഡ് കൂടെ ഏറ്റവും ഒരു ടോപ്പ് നോച്ചിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമയിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. എനിക്ക് തോന്നുന്നു ലൂസിഫർ, ദൃശ്യം, അങ്ങനെ വളരെ കുറച്ച് മൂവികൾ മാത്രമാണ് എല്ലാ സൈഡും അല്ലെങ്കിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരുടെ പോലും പെർഫോമൻസ് കിടുവായിട്ടുള്ള, എല്ലാവരുടെയും പെർഫോമൻസ് കിടുവായിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു സിനിമ നമുക്ക് പെട്ടെന്ന് എനിക്ക് എടുത്തു പറയാനായിട്ട് എനിക്ക് അതൊക്കെയാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. സോ ഇത് ഞാൻ എന്താണോ പറയേണ്ടത്, കാരണം അത്രയും കിടിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ഒരു സാധനം. ഇവർ ഇത്രയും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള തിയേറ്ററിൽ മാത്രം ഇറക്കുന്നു, ഒരുപാട് പ്രൊമോഷൻസ് ഒന്നും ചെയ്യുന്നില്ല. അതിന്റെ ഉദ്ദേശം എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. കാരണം തിയേറ്ററിൽ പോയിട്ട് നമ്മളൊക്കെ ഞെട്ടിത്തിരിക്കണം, നമ്മളൊക്കെ ഇങ്ങനെ ഞെട്ടിക്കായി ഇങ്ങനെ
എന്റെ മോനെ ഇത് എന്ത് സിനിമ എന്ന് നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ഇതേപോലെ വന്നിട്ട് ഇങ്ങനെ പറയണം. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറയാണ്, ഈ മലയാള സിനിമയിൽ കുറെ നാൾക്ക് ശേഷം ഓരോ വ്യക്തിയും ഒരു റിവ്യൂവർ ആയിട്ട് മാറാൻ വേണ്ടി പോകുന്ന മേ ബി ഈ സിനിമയിലായിരിക്കും. കാരണം ഈ പടം കണ്ടു കഴിയുമ്പോഴത്തേക്കും തിയേറ്ററിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ഓരോ ആൾക്കാരും പറയാൻ വേണ്ടി പോകുന്നത് അടിപൊളി പടം, സൂപ്പർ പടം, നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് ഈ സിനിമ കാണണമെന്നായിരിക്കും. അല്ലെങ്കിൽ ഈ പടം കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നുകൂടെ ഈ സിനിമ വന്ന് കാണാൻ വേണ്ടി തോന്നും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയെ കൊണ്ടുവന്ന് ഈ സിനിമ കാണിക്കാനായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഓരോ ആൾക്കാരും ഈ സിനിമയ്ക്ക് ഒരു റിവ്യൂ പോലെ പറഞ്ഞ് മാക്സിമം ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഇത് ഒരു ചരിത്രമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും ആയിരിക്കും, ചരിത്രം തന്നെ ആയിരിക്കും. കാരണം അത്രയും സൂപ്പറായിട്ടാണ് ഈ സിനിമ അവര് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റി പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് കഥകളൊക്കെ പറയേണ്ടി വരും. പക്ഷെ ഞാൻ ഈ സിനിമ ഇങ്ങനെ കണ്ട് ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിൽ ഞാനിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. കാരണം എത്ര നാളായി നമ്മൾ ലാലേട്ടൻ ഇങ്ങനെയൊക്കെ ഒന്ന് കാണാനായിട്ട് ആഗ്രഹിച്ചിട്ട് അല്ലെ. അതായത് നമ്മൾ പ്രതീക്ഷിക്കില്ലേ, ഇപ്പം ഓരോ ആൾക്കാർ ഈ കളിയാട്ടിക്കൊണ്ട് ലാലേട്ടനെ പറ്റി പറയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് വേദനിക്കും. എനിക്കങ്ങനെ തോന്നും. കാരണം ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിൽ. കാരണം അദ്ദേഹത്തിന്റെ അഭിനയം മറന്നു, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഇല്ല, മറ്റേതാണ് മറിച്ചതാണ്, ബോട്ടോക്സ് ചെയ്തു, ചക്ക മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും തിയേറ്ററിലേക്ക് ഒന്ന് വാടാ, ഒന്ന് കാണും മക്കളെ. നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾ എന്ത് പറയും? ഇനി ഒന്നും പറയാനായിട്ട് ഇല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മേഖലയും സൂപ്പർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കിടിലൻ പടം. സോ നിങ്ങൾ ഈ സിനിമ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം സംഭവിക്കാൻ വേണ്ടി പോകുന്നത് വേറെ ആർക്കുമല്ല, നിങ്ങൾക്ക് മാത്രമാണ്. കാരണം അത്രയും ഒരു കിടുക്കാച്ചി പടം, അത്ര എനിക്ക് ഇപ്പൊ പറയാനായിട്ടുള്ളൂ. സോ എന്തായാലും ഇന്ന് ഈ സിനിമ റിലീസായ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ കണ്ടു. ഇന്ന് വൈകിട്ട് തന്നെ അടുത്ത ഷോയ്ക്ക് വരിക എന്നുള്ളതാണ് എന്റെ പരിപാടി. കാരണം ഞാനിപ്പോ വീഡിയോ എടുക്കുന്നു, ഇനി അടുത്ത ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, വൈകിട്ട് വരുന്നു. ഇനിയിപ്പോ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എന്റെ അമ്മയൊക്കെ ചോദിക്കും പടം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കും. ഞാനപ്പോ അവരുടെ പറയും, എന്റെ ഭാര്യ അടുത്താണെങ്കിലും ഞാൻ പറയും പടം കിടുവാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന് അവരായിട്ട് വന്ന് കാണുക എന്നുള്ളത് വേറൊരു കാര്യം. ഇത് എല്ലാവർക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യമാണ്. കാരണം ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നാൻ വേണ്ടി പോകുന്നത് ഒന്നുകൂടെ വന്ന് കാണണം എന്ന് തന്നെയായിരിക്കും. അതിനകത്ത് ഒരു മാറ്റവും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. എനിവേ, ഇത്രയും ഒരു സൂപ്പർ മൂവി ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ ലാലേട്ടനെ ഞങ്ങൾക്ക് തന്ന തരുൺ മൂർത്തി, താങ്ക് യു സോ മച്ച്.